നമസ്തേ. രാജ്യാന്തരത്തിലേക്ക് സ്വാഗതം. അതിപ്രധാന വാർത്തകൾ. ISROയുടെ 100ാം ബഹിരാകാശ വിക്ഷേപണം ജനുവരി 29-ന്. വിക്ഷേപണം രാവിലെ 6:23-ന്. അമേരിക്കയിൽ ഭാരതീയരായ അനധികൃത കുടിയേറ്റക്കാരുണ്ടെങ്കിൽ തിരിച്ചുകൊണ്ടുവരാൻ തയ്യാറെന്ന് വിദേശകാര്യമന്ത്രി. H-1B വിസകൾക്ക് കാലതാമസം നേരിടുന്നത് പരിഹരിക്കാൻ ആവശ്യപ്പെട്ടതായും S. ജയശങ്കർ. മെക്സിക്കൻ അതിർത്തിയിൽ സേനാ വിന്യാസത്തിന് ഉത്തരവിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അഭയാർത്ഥികൾ അമേരിക്കയിൽ എത്തുന്നത് തടഞ്ഞു. പ്രവേശന അനുമതി ലഭിച്ച അഭയാർത്ഥികൾക്കും വിലക്ക്. ലോസ് ഏഞ്ചൽസിൽ വീണ്ടും കാട്ടുതീ പടരുന്നു. 19,000-ഓളം പേരെ പ്രദേശത്ത് നിന്ന് മാറ്റിപ്പാർപ്പിച്ചു. 8,000 ഏക്കർ പ്രദേശത്ത് തീ പടർന്നതായി സൂചന. നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ സ്മരണയിൽ രാജ്യം 128ാം ജന്മവാർഷികമായി ഒരുക്കിയത് വിപുലമായ ആഘോഷങ്ങൾ. വിശദമായ വാർത്തയിലേക്ക്. 2 ദിവസത്തെ സന്ദർശനത്തിന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ചൈനയിലേക്ക്. ഈ മാസം 26, 27 തീയതികളിലാകും സന്ദർശനം. ചൈനീസ് വിദേശകാര്യ വൈസ് മിനിസ്റ്ററുമായി മിശ്രി കൂടിക്കാഴ്ച നടത്തും. വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുകയാണ്. ഐസൻ, നിർണായകമായ സന്ദർശനം തന്നെയാണ്. പ്രധാനമായും എന്തൊക്കെ വിഷയങ്ങളായിരിക്കാം ചർച്ച ചെയ്യുക? മറ്റു വിവരങ്ങളും. സുരേഷ്, ഏറെ നിർണായകമാണ് വിദേശകാര്യ സെക്രട്ടറിയുടെ ചൈന സന്ദർശനം എന്ന കാര്യത്തിൽ രണ്ടഭിപ്രായമില്ല. അതിന് പ്രധാനമായും എടുത്തു പറയേണ്ട കാര്യം അതിർത്തിയിലെ സേനാവിന്യാസം പിൻവലിച്ചതിന് ശേഷം പട്രോളിംഗ് ശക്തമാക്കുക. അത്തരത്തിൽ സേനാവിന്യാസം പൂർണ്ണമായും പിൻവലിച്ച ഇരു രാജ്യങ്ങളും പിൻവലിച്ചതിന് ശേഷം പ്രതിനിധിതല ചർച്ചകൾ പല വിഷയങ്ങളിലും തുടരുന്നതിൻ്റെ ഭാഗമായി നിരവധി നടപടികൾ സ്വീകരിക്കാൻ തീരുമാനമായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നടപടികളിലൊന്നായിരുന്നു പ്രതിനിധിതല ചർച്ച. ഈ പ്രതിനിധിതല ചർച്ചകളിൽ ആദ്യഘട്ടമായി NSAയുടെ, അതായത് അജിത് ഡോവലിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ചൈനയിലെ പ്രതിനിധിതല ചർച്ചകളിൽ പങ്കെടുക്കുകയും അതിന് ശേഷമുള്ള സുരക്ഷാ സംബന്ധമായ ചില തീരുമാനങ്ങളിലെല്ലാം തന്നെ എത്തുകയും ചെയ്തിരുന്നു. അത് വീണ്ടും നടപ്പാക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നതിനിടയിലാണ് വിദേശകാര്യ സെക്രട്ടറിയുടെ സന്ദർശനം. വിദേശകാര്യ സെക്രട്ടറിയും ചൈനീസ് വൈസ് മിനിസ്റ്ററുമായുള്ള കൂടിക്കാഴ്ച ഇപ്പോൾ പട്ടികപ്പെടുത്തിയിരിക്കുന്നത് 26, 27 തീയതികളിൽ 2 ദിവസമായി കൂടിക്കാഴ്ച നടക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ബെയ്ജിങ്ങിലായിരിക്കും കൂടിക്കാഴ്ച നടക്കുക. ഈ കൂടിക്കാഴ്ചയിൽ പ്രധാനമായും ചർച്ച ചെയ്യുന്ന വിഷയം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാണിജ്യ ബന്ധം സംബന്ധിച്ചുള്ള കൂടുതൽ ചർച്ചകൾക്കും കൂടുതൽ ധാരണകളും ഏത് രീതിയിലെല്ലാം തന്നെ യാഥാർത്ഥ്യമാക്കാം അല്ലെങ്കിൽ ശക്തമാക്കാം എന്നൊരു തീരുമാനത്തിൻ്റെ ഭാഗമായുള്ള ചർച്ചകളായിരിക്കും ഏറ്റവും പ്രധാനമായി ഈ വിക്രം മിശ്രിയുടെ സന്ദർശനത്തിൽ നടക്കുക. മാത്രമല്ല, രാഷ്ട്രീയവും സാംസ്കാരികവുമായ നിരവധി മേഖലകളുമായി ബന്ധപ്പെട്ടുള്ള തുടർ ചർച്ചകളും നടക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, സാങ്കേതിക വിദ്യാരംഗത്തും അതുപോലെ തന്നെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ രംഗങ്ങളുമെല്ലാം തന്നെ ചൈനയുടെ സാധ്യതകൾ, ചൈനയും ഇന്ത്യയും തമ്മിലുള്ള സഹകരണത്തിൽ വലിയ സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട് എന്നതാണ് ഒരു യാഥാർത്ഥ്യം. മാത്രമല്ല, ഈ അടുത്ത ദിവസങ്ങളിൽ നടന്ന വിദേശകാര്യ ചർച്ചകളിലെല്ലാം തന്നെ, അല്ലെങ്കിൽ വിദേശകാര്യ നിലപാടുകൾ വ്യക്തമാക്കിയതിലെല്ലാം തന്നെ ഏറ്റവും ആദ്യം പരിഗണന നൽകേണ്ടത് അയൽക്കാർക്കാണ് എന്ന ഒരു യാഥാർത്ഥ്യബോധത്തോടുള്ള നിലപാടാണ് ഇന്ത്യയുടെ വിദേശകാര്യ നിലപാട്. നൈബർ ഫസ്റ്റ് എന്ന നിലപാട് തന്നെയാണ്. ഈ നിലപാടിൻ്റെ ഭാഗമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുമായി മികച്ച ബന്ധം സ്ഥാപിക്കുക, അതിർത്തിയിലെ സമാധാനവും ശാന്തിയും ഉറപ്പാക്കുക എന്ന നടപടിയുടെ പ്രഥമഘട്ടമായുള്ള പരിപാടിയായിരുന്നു സൈനിക വിന്യാസം പിൻവലിച്ചത്. ഈ സൈനിക വിന്യാസം പിൻവലിച്ചത് പ്രായോഗികമായതോടുകൂടി തുടർ ചർച്ചകൾ, ഏതാണ്ട് 5 വർഷമായി നിന്നുപോയിരുന്ന ചർച്ചകൾ വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ്. അതിൻ്റെ ആദ്യഘട്ടമായി NSAയുടെ ചർച്ച നടക്കുകയും ഇപ്പോൾ രണ്ടാം ഘട്ടമായി 26, 27 തീയതികളിൽ വിക്രം മിശ്രയുടെ നേതൃത്വത്തിലുള്ള ചർച്ചകൾ തുടരുകയും ചെയ്യുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. തീർച്ചയായും നയതന്ത്ര തലത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങൾ അവസാനിക്കുന്ന, അല്ലെങ്കിൽ പൂർണ്ണമായും അവസാനിക്കുന്ന സാധ്യതയിലേക്ക് വഴി തുറക്കുന്നതാണ് ഈ ചർച്ച എന്ന കാര്യത്തിലും തർക്കമില്ല. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൻ ജോസാണ് വിശദാംശങ്ങൾ നൽകിയത്. 26ാമത് റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്കായി ഇന്ദ്രപ്രസ്ഥം ഒരുങ്ങുകയാണ്. രാജ്യത്തിൻ്റെ സാംസ്കാരിക വൈവിധ്യവും സൈനിക ശക്തിയും വിളിച്ചൂതുന്ന റിപ്പബ്ലിക് ദിന പരേഡിനുള്ള അവസാനവട്ട പരിശീലനം കർത്തവ്യപഥിൽ തുടരുന്നു. പരേഡിൻ്റെ പൂർണ്ണ ഡ്രസ് റിഹേഴ്സൽ നടന്നു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 300-ലധികം കലാകാരന്മാർ ചേർന്ന സംഗീത ഉപകരണങ്ങൾ വായിച്ച് പരേഡിന് തുടക്കം കുറിക്കും.
തുടർന്ന് വിവിധ സൈനിക അർദ്ധസൈനിക വിഭാഗങ്ങൾ NCC, NSS തുടങ്ങിയവർ പങ്കെടുക്കുന്ന മാർച്ച് പാസ്റ്റ്. വിവിധ സംസ്ഥാനങ്ങൾ, കേന്ദ്രഭരണ പ്രദേശങ്ങൾ, കേന്ദ്ര സർക്കാരിന് കീഴിലെ മന്ത്രാലയങ്ങൾ, വകുപ്പുകൾ എന്നിവിടങ്ങളിൽ നിന്നായി 31 ടാബ്ലോകളാണ് ഇത്തവണ അവതരിപ്പിക്കുക. വിമാനങ്ങളുടെ ഫ്ലൈ പാസ്റ്റോടെയാണ് പരേഡ് സമാപിക്കുക. ഡൽഹിയിലെ കർത്തവ്യപഥത്തിൽ നിന്നും ക്യാമറമാൻ മനോജ് കുമാറിനൊപ്പം M. നിഖിൽകുമാർ, ജനം. റിപ്പബ്ലിക് ദിന പരേഡിൽ ശ്രദ്ധയാകർഷിക്കാനൊരുങ്ങി നാടോടി കലാകാരന്മാരുടെ നൃത്താവിഷ്കാരം. ജയതി ജയമമ ഭാരതം എന്ന പേരിൽ സാംസ്കാരിക വകുപ്പ് ഒരുക്കിയിട്ടുള്ള നൃത്താവിഷ്കാരത്തിൽ 45-ലധികം നൃത്തരൂപങ്ങൾ അരങ്ങേറും. അയ്യായിരം കലാകാരന്മാർ, 11 മിനിറ്റ് നീളുന്ന കലാപ്രകടനം, വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 45-ലധികം നൃത്തരൂപങ്ങൾ. റിപ്പബ്ലിക് ദിന പരേഡിൽ ശ്രദ്ധയാകർഷിക്കാൻ ഒരുങ്ങുകയാണ് ജയതി ജയമമ ഭാരതം എന്ന നൃത്താവിഷ്കാരം. പൈതൃകവും വികസനവും പശ്ചാത്തലമാക്കി കേന്ദ്ര സാംസ്കാരിക വകുപ്പും സംഗീത നാടക അക്കാദമിയും ചേർന്നാണ് ഗാനം ഒരുക്കിയിരിക്കുന്നത്. റിപ്പബ്ലിക് ദിന പരേഡിനുള്ള ഒരുക്കങ്ങളെല്ലാം അതിന്റെ അവസാന ഘട്ടത്തിലാണ്. ഡൽഹിയിലെ കർത്തവ്യപഥത്തിൽ നിന്നും ക്യാമറമാൻ മനോജ് കുമാറിനൊപ്പം M. നിഖിൽകുമാർ, ജനം. നേതാജിയുടെ സ്മരണയിൽ സുഭാഷ് ചന്ദ്രബോസിന്റെ 128-ാം ജന്മവാർഷികം വിപുലമായി ആഘോഷിച്ച് രാജ്യം. സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തെ ആയുധം കൊണ്ട് വിറപ്പിച്ച നേതാജിയുടെ ജന്മവാർഷികം പോരാട്ട വീരത്തിന്റെ പ്രതീകമായാണ് രാജ്യം ആഘോഷിക്കുന്നത്. ആത്മവിശ്വാസത്തിന്റെയും ധീരതയുടെയും പ്രതീകമാണ് നേതാജി എന്നും ഭാരതീയർക്ക്. പോരാട്ട വീര്യത്തിന്റെ ഉദാത്ത മാതൃക. സുഭാഷ് ചന്ദ്രബോസ് സമരം നയിച്ചിരുന്നെങ്കിൽ ബ്രിട്ടീഷ് സൈന്യത്തിന് നേരത്തെ ഇന്ത്യ വിടേണ്ടി വരുമായിരുന്നെന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലെമന്റ് അറ്റ്ലിയുടെ വാക്കുകൾ മാത്രം മതി സ്വാതന്ത്ര്യ സമരത്തിൽ സുഭാഷ് ചന്ദ്രബോസിന്റെ സ്വാധീനം മനസ്സിലാക്കാൻ. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. അങ്ങനെ പറഞ്ഞായിരുന്നു നേതാജി സ്വാതന്ത്ര്യ സമരത്തെ ജ്വലിപ്പിച്ചത്. 1897 ജനുവരി 23-ന് ഒറീസയിലെ ഒരു ബംഗാളി ബ്രാഹ്മണ കുടുംബത്തിലായിരുന്നു സുഭാഷ് ചന്ദ്രബോസിന്റെ ജനനം. ഇന്ത്യയെ അടക്കി ഭരിച്ച ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യക്ക് പുറത്തുനിന്നും എങ്ങനെ മറ്റു രാജ്യങ്ങളെ കൂട്ടുപിടിച്ച് പോരാടാം എന്ന രാജ്യാന്തര യുദ്ധതന്ത്രം ആദ്യമായി പയറ്റി വിജയിച്ച ആളായിരുന്നു അദ്ദേഹം. ആസാദ് ഹിന്ദ് ഫൗജ് എന്ന് ഹിന്ദിയിൽ പേരിട്ട് വിളിച്ച തദ്ദേശീയ സൈന്യത്തിലേക്ക് സായുധ സ്വാതന്ത്ര്യ സമരത്തിൽ ഉറച്ചു വിശ്വസിച്ച നിരവധി പേർ ചേർന്നു. 1941-ൽ അഫ്ഗാനിസ്ഥാൻ, റഷ്യ വഴി ജർമ്മനിയിലേക്കെത്തിയ നേതാജി ആസാദ് ഹിന്ദ് റേഡിയോ ആരംഭിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി. 1943-ൽ ജപ്പാനിലെത്തിയതോടെ ബ്രിട്ടീഷുകാർക്കെതിരെ സായുധ പോരാട്ടത്തിന് ഒരുക്കങ്ങൾ തുടങ്ങി. 40,000 പേരെയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിനായി സുഭാഷ് ചന്ദ്രബോസ് ജപ്പാന്റെ സഹായത്താൽ പരിശീലിപ്പിച്ച് തയ്യാറാക്കിയത്. 1944-ൽ ജപ്പാൻ പട്ടാളത്തിന്റെ സഹായത്തോടെ ബർമ്മയിലൂടെ കടന്ന് ഭാരതത്തിലെ മണിപ്പൂരിലെത്തിയ നേതാജിയുടെ സൈന്യം
ബ്രിട്ടന്റെ യൂണിറ്റിനെ പരാജയപ്പെടുത്തി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപ് അങ്ങനെ മണിപ്പൂരിൽ നേതാജി ഇന്ത്യൻ പതാക ഉയർത്തി. 1945 ഓഗസ്റ്റ് 18 തായ്വാനിലുണ്ടായ വിമാനാപകടമാണ് സുഭാഷ് ചന്ദ്രബോസിന്റെ തിരോധാനത്തിന് ഇടയാക്കിയത്. നേതാജി മരിച്ചിട്ടില്ലെന്നും വേഷം മാറി ഇന്ത്യയിലെത്തിയെന്നുമുള്ള നിരവധി സൂചനകളും അടുത്ത കാലത്ത് വെളിച്ചത്തു വന്നു. ഉത്തർപ്രദേശിൽ ഗുംനാമി ബാബ എന്ന പേരിൽ ജീവിച്ചത് നേതാജിയാണെന്നാണ് പറയപ്പെടുന്നത്. RSSന്റെ രണ്ടാമത്തെ സർസംഘചാലക് ഗുരുജി അയച്ച കത്തുകളും ബാബയുടെ കൈവശമുണ്ടായിരുന്നു. മാതൃഭൂമിയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഏതറ്റം വരെയും പോകാൻ തയ്യാറായിരുന്നു ഭാരതത്തിന്റെ നേതാജി. സ്വാതന്ത്ര്യത്തിനും അഭിമാനത്തിനും വേണ്ടി വെള്ളക്കാരനോട് യാചിക്കാൻ തയ്യാറാകാത്ത മനസ്സായിരുന്നു അദ്ദേഹത്തിൻ്റെത്. സ്വാതന്ത്ര്യത്തിന്റെ, സ്വാഭിമാനത്തിന്റെ മറുപേര്. അതാണ് സുഭാഷ് ചന്ദ്രബോസ്. ന്യൂസ് ഡെസ്ക്, ജനം. വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് നേതാജിയുടെ ജീവിതം പ്രചോദനമായതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആസാദ് ഹിന്ദ് എന്ന ലക്ഷ്യത്തിനായി ത്യാഗോജ്വലമായി ജീവിതം നയിച്ച വ്യക്തിയായിരുന്നു നേതാജി എന്നും പ്രധാനമന്ത്രി പറഞ്ഞു. സുഭാഷ് ചന്ദ്രബോസിന്റെ കാലഘട്ടത്തിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒന്നിച്ച ഭാരതീയർ ഇനി വികസിത ഭാരതത്തിനായി ഒറ്റക്കെട്ടാകണമെന്നും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. വികസിത രാജ്യം, വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് നീങ്ങാൻ നേതാജി സുഭാഷ് ചന്ദ്രബോസ് പ്രചോദനം നൽകുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. സുഖകരമായ ജീവിതം നയിക്കാൻ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടി നൽകുന്നതിൽ നേതാജി സഹിച്ച ത്യാഗങ്ങൾ ചെറുതല്ല. രാജ്യത്തിനായി ഒരു സേനയെ വാർത്തെടുത്ത നേതാജി അതിൽ പല ദേശങ്ങളിൽ നിന്നുമുള്ളവരെ ഉൾപ്പെടുത്തിയെങ്കിലും എല്ലാവരിലുമുള്ള വികാരം ഒന്നായിരുന്നു. അന്ന് പുലർത്തിയിരുന്ന ഐക്യം ഇന്ന് രാജ്യത്തിന്റെ വികസനത്തിന് അനിവാര്യമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. എല്ലാ അർത്ഥത്തിലും മികവ് പുലർത്തി രാജ്യം ആഗോളതലത്തിൽ ഒന്നാമതാകണമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. नेताजी सुभाष भारत की विरासत पर बहुत गर्व करते थे. वे अक्सर भारत के समृद्ध लोकतांत्रिक इतिहास की चर्चा करते थे और उससे प्रेरणा लेने के लिए समर्थक थे. आज भारत गुलामी की मानसिकता से बाहर निकल रहा है. अपनी विरासत पर गर्व करते हुए विकास कर रहा है. നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനം രാജ്യമെങ്ങും വലിയ ആഘോഷമാക്കുകയാണ്. പരാക്രം ദിവസ് എന്ന പേരിൽ ഒഡീഷ സർക്കാരിന്റെ നേതൃത്വത്തിൽ നേതാജിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കൂറ്റൻ പ്രദർശനവും കട്ടക്കിൽ നടക്കുന്നു. ഡൽഹിയിലെ സംവിധാൻ സദനിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കൊപ്പം എത്തിയ പ്രധാനമന്ത്രിയും മറ്റു മന്ത്രിമാരും നേതാജിയുടെ ചിത്രത്തിനു മുന്നിൽ ആദരവർപ്പിച്ചു. ജനം, ഡൽഹി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നയിക്കുന്ന പരീക്ഷാ പേ ചർച്ചയ്ക്ക് മുന്നോടിയായുള്ള ക്വിസ് മത്സരം തിരുവനന്തപുരത്ത് പേരൂർക്കട കേന്ദ്രീയ വിദ്യാലയത്തിൽ സംഘടിപ്പിച്ചു. ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള 100ഓളം വിദ്യാർത്ഥികൾ ക്വിസ് മത്സരത്തിന്റെ ഭാഗമായി. വിദ്യാർത്ഥികളിൽ രാജ്യസ്നേഹം വളർത്തുന്ന വിഷയങ്ങളെ ആസ്പദമാക്കിയായിരുന്നു മത്സരം. പരീക്ഷകൾ എങ്ങനെ നേരിടാം, സമ്മർദ്ദങ്ങൾ എങ്ങനെയൊക്കെ അഭിമുഖീകരിക്കാം തുടങ്ങിയ വിഷയങ്ങളിൽ രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കുട്ടികൾ പ്രധാനമന്ത്രിയോട് ഉപദേശം തേടുകയും സംവദിക്കുകയും ചെയ്യുന്ന പരിപാടിയാണ് പരീക്ഷാ പേ ചർച്ച. നേരിട്ടും ഓൺലൈനായും ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന ഈ പരിപാടി 2018 മുതൽ നടന്നുവരുന്നു. പരീക്ഷാ പേ ചർച്ചയ്ക്ക് മുന്നോടിയായുള്ള ക്വിസ് മത്സരം സംസ്ഥാനത്ത് ഓരോ ജില്ലകളിലും സംഘടിപ്പിച്ചു. തിരുവനന്തപുരത്ത് പേരൂർക്കട കേന്ദ്രീയ വിദ്യാലയത്തിൽ സംഘടിപ്പിച്ച ക്വിസ് മത്സരത്തിൽ ജില്ലയിലെ വിവിധ സ്കൂളുകളിലെ 100ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. പരീക്ഷാ പേ ചർച്ച എന്ന് പറയുന്നത് നമുക്ക് ഇന്നത്തെ കാലത്ത് സ്റ്റുഡൻസിൻ്റെ സൂയിസൈഡ് വരെ സ്റ്റുഡൻസ് കമ്മിറ്റ് ചെയ്യുന്ന ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് എക്സ്ട്രാം സ്ട്രെസ്സാണ്. അതിനെ അഡ്രസ്സ് ചെയ്യാൻ ഒരു പ്രധാനമന്ത്രി നേരിട്ട് ഇറങ്ങുക എന്ന് പറയുന്നത് മറ്റ് രാജ്യങ്ങളിൽ പോലും നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ ലോകത്ത് തന്നെ ഇതിപ്പോൾ ആദ്യമായിട്ടായിരിക്കും എക്സാം സ്ട്രെസ് അല്ലെങ്കിൽ ആൻസൈറ്റി അതായത് സാധാരണ കുട്ടികളുടെ ലെവലിലേക്ക് ഒരു പ്രധാനമന്ത്രി ഇറങ്ങി വരികയും അവരുടെ പ്രധാന പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ തയ്യാറാവുകയും ചെയ്യുന്നത്. ഇറ്റ്സ് എ ഗ്രേറ്റ് ഇനിഷ്യേറ്റീവ് ആൻഡ് ഐ എം പ്രൗഡ് ടു ബി ആൻ ഇന്ത്യൻ നൗ ആൻഡ് ഐ എം പ്രൗഡ് ടു ബി ഷെയറിംഗ് this world with him. വിദ്യാർത്ഥികളിൽ രാജ്യസ്നേഹം വളർത്തുന്ന വിഷയങ്ങളെ ആസ്പദമാക്കിയായിരുന്നു മത്സരം. പങ്കെടുത്ത ഓരോ വിദ്യാർത്ഥികൾക്കും സർട്ടിഫിക്കറ്റും പ്രധാനമന്ത്രി രചിച്ച എക്സാം വാരിയേഴ്സ് എന്ന പുസ്തകവും നൽകി. മത്സരത്തിൽ പാങ്ങോട് കേന്ദ്ര വിദ്യാലയം 1ാം സ്ഥാനവും പട്ടം കേന്ദ്ര വിദ്യാലയം 2ാം സ്ഥാനവും സരസ്വതി വിദ്യാലയം 3ാം സ്ഥാനവും നേടി. വിജയികളെ ജി പൂങ്കുഴലി IPS അനുമോദിച്ചു. ജനം, തിരുവനന്തപുരം. ISROയുടെ 100ാം ബഹിരാകാശ വിക്ഷേപണം ജനുവരി 29 നടക്കും. രാവിലെ 6:23 വിക്ഷേപണം. GSLV F-15 ബഹിരാകാശ വാഹനത്തിൽ NVS-02 ഉപഗ്രഹമാണ് ഭാരതത്തിന്റെ 100ാം വിക്ഷേപണ ദൗത്യം. ബഹിരാകാശ രംഗത്തെ അഭിമാനമായി തീർന്ന സ്പേസ് ഡോക്കിംഗ് വിജയിച്ചതിനു പിന്നാലെ ജനുവരിയിൽ തന്നെ മറ്റൊരു മഹാമുന്നേറ്റത്തിന് ഒരുങ്ങുകയാണ് ISRO.
ഭാരതത്തിൻ്റെ 100ാം ബഹിരാകാശ വിക്ഷേപണ വാഹനം 29 രാവിലെ 6:23 വിജയത്തിൻ്റെ ആകാശങ്ങളിലേക്ക് കുതിച്ചുയരും. സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നായിരിക്കും വിക്ഷേപണം നടക്കുക. GSLV F-15 വിക്ഷേപണ വാഹനം NVS-2 ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിൽ എത്തിക്കും. ഭാരതത്തിൻ്റെ കൃത്യതയാർന്ന നാവിഗേഷൻ ഉറപ്പാക്കുന്നതിനുള്ള സാറ്റലൈറ്റാണ് NVS-2. സൈനികവും സൈനികേതരവുമായ ആവശ്യങ്ങൾക്കും കൃഷി, സമുദ്ര പഠനം തുടങ്ങി വിവിധ ആവശ്യങ്ങൾക്കും ഉപഗ്രഹത്തിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ പ്രയോജനപ്പെടും. പ്രധാനമായും 2 ഘടകങ്ങളാണ് സാറ്റലൈറ്റിനുള്ളത്. ഒന്ന് നാവിഗേഷനും മറ്റൊന്ന് റേഞ്ചിംഗ് ഭാഗവും. നാവിഗേഷൻ സാറ്റലൈറ്റ് 3 ബാൻഡുകളിലായി ഭൂമിയിലേക്ക് സിഗ്നലുകൾ നൽകും. സമയകൃത്യത ഉറപ്പാക്കുന്നതിന് റുബീഡിയം ആറ്റോമിക് ക്ലോക്ക് ആയിരിക്കും നാവിഗേഷൻ ഘടകത്തിൽ പ്രയോജനപ്പെടുത്തുക. കൃത്യസമയം ഉറപ്പാക്കുന്ന സംവിധാനമാണ് റുബീഡിയം ആറ്റോമിക് ക്ലോക്ക്. സമയം ഉറപ്പാക്കി റേഞ്ചിംഗ് ഘടകം ഭൂമിയിലേക്ക് സന്ദേശങ്ങൾ ലഭ്യമാക്കും. ഇവ രണ്ടും സംയോജിപ്പിക്കുന്നത് കപ്പലുകളും മറ്റു സംവിധാനങ്ങളും കൃത്യമായി എവിടെയെന്ന് കണക്കാക്കാനും വേഗവും ഗതിയും കണ്ടെത്താനുമാകും. അത്യാധുനിക സംവിധാനങ്ങൾ ഉൾപ്പെടുന്ന ഉപഗ്രഹ വിക്ഷേപണം സാധ്യമാകുന്നതോടെ ഇന്ത്യയുടെ സ്വന്തം റീജിയണൽ പൊസിഷനിംഗ് സിസ്റ്റമായ നാവിക് കൂടുതൽ കാര്യക്ഷമമാക്കാനും ഭാവിയിൽ GPS-ന് തുല്യമായി പ്രവർത്തനക്ഷമമാക്കാനും സാധിക്കും. സയൻസ് ഡെസ്ക്, ജനം. മെക്സിക്കൻ അതിർത്തിയിൽ സേനാ വിന്യാസത്തിന് ഉത്തരവിട്ട് ട്രംപ്. അഭയാർത്ഥികൾ അമേരിക്കയിൽ എത്തുന്നത് തടഞ്ഞുള്ള ഉത്തരവും ട്രംപ് പുറപ്പെടുവിച്ചു. അമേരിക്കയുടെ പ്രവേശന അനുമതി ലഭിച്ച അഭയാർത്ഥികളെയും വിലക്കിയിട്ടുണ്ട്. UN പദ്ധതിയുടെ ഭാഗമായി അമേരിക്കയിൽ വൻതോതിൽ അഭയാർത്ഥി പ്രവാഹമുണ്ടായതായും ട്രംപ് പറയുന്നു. മെക്സിക്കൻ അതിർത്തിയിൽ 1500-ലേറെ സേനാംഗങ്ങളെ വിന്യസിക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ട്രംപ്. അതിർത്തി പൂർണ്ണമായും അടയ്ക്കാനും മേഖലയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനും ട്രംപ് നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. അതിർത്തി വഴിയുള്ള അനധികൃത കുടിയേറ്റവും മയക്കുമരുന്ന് കടത്തും പൂർണ്ണമായി തടയുകയാണ് ട്രംപിന്റെ ലക്ഷ്യം. അനധികൃതമായി കുടിയേറിയവർക്കുള്ള നിരീക്ഷണവും ശക്തമാക്കിയിരിക്കുകയാണ്. പിന്നാലെയാണ് അഭയാർത്ഥികൾ അമേരിക്കയിൽ പ്രവേശിക്കുന്നത് തടഞ്ഞുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. യാത്രാനുമതി ലഭിച്ച അഭയാർത്ഥികൾക്കും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭ പദ്ധതിയുടെ ഭാഗമായി എത്തിയ അഭയാർത്ഥികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അമേരിക്ക എന്നും ട്രംപ് പറയുന്നു. അമേരിക്കയ്ക്ക് താങ്ങാനാവുന്നതിൽ ഏറെയാണ് അഭയാർത്ഥികളുടെ പ്രവാഹം. ഇവർക്ക് വേണ്ടി ചെലവഴിക്കാൻ അമേരിക്കയുടെ കൈവശം പണമില്ലെന്നും ട്രംപ് സൂചിപ്പിക്കുന്നുണ്ട്. ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് പിന്മാറുന്നതുൾപ്പെടെയുള്ള കടുത്ത നടപടികൾ നേരത്തെയും പ്രസിഡന്റ് സ്വീകരിച്ചിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. അമേരിക്കയിൽ ഭാരതീയരായ അനധികൃത കുടിയേറ്റക്കാർ ഉണ്ടെങ്കിൽ തിരിച്ചുകൊണ്ടുവരാൻ തയ്യാറെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായുള്ള കൂടിക്കാഴ്ചയിൽ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. H-1B വിസകൾക്ക് കാലതാമസം നേരിടുന്നത് പരിഹരിക്കപ്പെടണമെന്ന് ആവശ്യപ്പെട്ടതായും അദ്ദേഹം അറിയിച്ചു. അമേരിക്കയിലെ അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ ട്രംപ് ശക്തമായ നടപടികൾ ആരംഭിച്ച സാഹചര്യത്തിലാണ് എസ് ജയശങ്കർ നിലപാടറിയിച്ചത്. ഭാരതത്തിന് അനധികൃത കുടിയേറ്റം സംബന്ധിച്ച് കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. തത്വാധിഷ്ഠിതമായ ആ നിലപാട് എല്ലാ രാജ്യങ്ങൾക്കും ഉള്ളതുപോലെ അമേരിക്കയ്ക്കും ബാധകമാണ്. അനധികൃത കുടിയേറ്റക്കാരിൽ ഭാരതീയർ ഉണ്ടെങ്കിൽ അവരെ തിരിച്ചു കൊണ്ടുവരുമെന്നും അദ്ദേഹം പറഞ്ഞു. We are also very firmly opposed to illegal mobility and illegal migration, because you also know that when something illegal happens, many other illegal activities get joined onto it, and it's not, this is not desirable. It's certainly not reputationally good. We have, with every country, and the US is no exception, we have always taken the view that if there are any of our citizens who are not here legally, if we are sure that they are our citizens, we have always been open to their legitimate return to India. അതേസമയം H-1B വിസ ഉൾപ്പെടെ ലഭിക്കുന്നതിന് കാലതാമസം നേരിടുന്നത് ഒഴിവാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. Yes, we had a discussion on a range of issues, and one of the issues which came up was actually mobility of people. Now, we have a position on mobility which is a principal position, applies to all countries. As a government, we obviously are very much supportive of legal mobility, because we do believe in a global workplace. We want Indian talent and Indian skills to have the maximum opportunity at a global level. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി ഇക്കഴിഞ്ഞ ദിവസം എസ് ജയശങ്കർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കൂടിക്കാഴ്ചയിൽ ഇക്കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചതായും എസ് ജയശങ്കർ അറിയിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.
ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഫോണിൽ സംസാരിച്ചു. ഇസ്രയേലിനുള്ള പിന്തുണ തുടരും എന്ന് മാർക്കോ റൂബിയോ നെതന്യാഹുവിനെ അറിയിച്ചു. ഹമാസിനും ഹിസ്ബുള്ളയ്ക്കുമെതിരായി യുദ്ധം വിജയിച്ച ഇസ്രയേലിനെ അഭിനന്ദനങ്ങൾ അറിയിച്ചതായി മാർക്കോ റൂബിയോയുടെ ഓഫീസ് അറിയിച്ചു. ക്വാഡ് സമ്മേളനത്തിന് ഈ വർഷം ഇന്ത്യ ആതിഥ്യം വരണമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ക്വാഡ് ഒരു സംയുക്ത അന്താരാഷ്ട്ര ഇടപെടലാണ്. സമഗ്രമായ ചർച്ചകളിലൂടെ കൃത്യമായ നിഗമനങ്ങളിൽ ക്വാഡ് സഖ്യമെത്തുമെന്നും എസ് ജയശങ്കർ പറഞ്ഞു. Quad is a collaborative activity, and therefore it's important to continuously refresh it, to keep doing more and more, to keep adding substance. And I think we ended on the note that this year India would be hosting the Quad Leaders Summit. So between now and the summit, what are the new ideas, the fresh activities that we could contemplate? സനാതനധർമ്മത്തിന്റെ വിരാട സംഗമം. മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ ആർക്കും ക്ഷണം ആവശ്യമില്ലെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. മുഗൾ ഭരണകാലത്തും കോൺഗ്രസ് ഭരിക്കുമ്പോഴും കുംഭമേളകൾ നടക്കാറുണ്ടെങ്കിലും ഇത്തവണത്തെ കുംഭമേള എല്ലാ അർത്ഥത്തിലും വ്യത്യസ്തമെന്നും അമിത്ഷാ പറഞ്ഞു. ഹിന്ദു എന്ന് പറയാൻ ബുദ്ധിമുട്ടിയിരുന്ന കാലം മാറി. അഭിമാനത്തോടെ ഹിന്ദു എന്ന് പറയാൻ പ്രചരിപ്പിച്ച കാലമാണ് കടന്നുപോയ 10 വർഷങ്ങളെന്നും ആഭ്യന്തരമന്ത്രി പറഞ്ഞു. വർഷങ്ങൾക്കിപ്പുറം നടക്കുന്ന മഹാകുംഭമേള എല്ലാ അർത്ഥത്തിലും പുണ്യമാണ്. സ്വയം ശുദ്ധീകരിക്കാൻ എല്ലാവരും കുംഭമേളയിൽ പങ്കെടുക്കണം. മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ ആർക്കും ആരുടെയും ക്ഷണം വേണ്ടെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. മഹാകുംഭമേള നിയന്ത്രിക്കുന്നത് സർക്കാരാണോ എന്ന് ചോദിച്ചവരോട് രാമസേതു നിർമ്മിക്കുന്നതിൽ അണ്ണാൻ നൽകിയ സംഭാവന പോലെ നിസ്സാരമാണ് സർക്കാർ നടത്തുന്ന പ്രവർത്തനങ്ങളെന്ന് മറുപടി നൽകിയതായി അമിത്ഷാ പറഞ്ഞു. മുഗൾ ഭരണകാലത്തും കോൺഗ്രസ് ഭരിക്കുമ്പോഴും കുംഭമേളകൾ നടക്കാറുണ്ടെങ്കിലും ഇത്തവണത്തെ മഹാകുംഭമേള എല്ലാ അർത്ഥത്തിലും മികച്ചതാണെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞു. अनेक एम्बेसडर जोड़े मारे बात थी कि हमने आमंत्रण पत्र જોઈએ છે. मैं એમને સમજાવ્યું કે કુંભ એવો મેળો છે જેની કોઈ નિમંત્રણ પત્રિકા જ નથી. ગ્રહોની સ્થિતિ આવતાની સાથે જ કરોડો લોકો આવે છે. એ લોકો આશ્ચર્યચકિત થઈ જાય છે. કોઈ નિમંત્રણ વગર 40 કરોડ લોકો એક જગ્યાએ આવે. વ્યવસ્થા કોણ કરે? મેં કહું સરકાર જે વ્યવસ્થા કરે એ વ્યવસ્થા રામ સેતુમાં ખિસકોલીની મદદ જેટલી હોય. સરકારી વ્યવસ્થાના આધાર પર આ કુંભ નથી ચાલતો. અનેક સંતો, મહંતો, ધાર્મિક જનો, ધાર્મિક સંસ્થાઓ, આ કરોડો લોકોના રહેવાની વ્યવસ્થા અને કુંભમાં ગયેલો કોઈ પણ વ્યક્તિ હોટલમાં નથી રોકાતો. ત્યાં ટેન્ટમાં ઠંડીમાં જમીન પર સૂઈ ત્યાં ഗംഗാ സ്നാൻ કરવા માટે લોકો જાય છે. ഹിന്ദു എന്ന് പറയാൻ ബുദ്ധിമുട്ടിയിരുന്ന കാലം മാറി. അഭിമാനത്തോടെ ഹിന്ദു എന്ന് പറയാൻ പ്രേരിപ്പിച്ച കാലമാണ് കടന്നുപോയ 10 വർഷങ്ങൾ. ക്ഷേത്രങ്ങളും വിഗ്രഹങ്ങളും വീണ്ടെടുക്കുന്നു. പലരും തൊടാൻ മടിച്ച വിഷയങ്ങളെ രാജ്യത്തിന് ഗുണകരമായി മാറ്റാൻ കഴിഞ്ഞത് നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്താണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അഹമ്മദാബാദിൽ ഹിന്ദു സ്പിരിച്വൽ ആൻഡ് സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് സംഘടിപ്പിച്ച മേള ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അമിത്ഷാ. ജനം, ഡൽഹി. ആനെഴുന്നള്ളിപ്പിലെ ഹൈക്കോടതി മാർഗനിർദ്ദേശങ്ങൾക്കുള്ള സ്റ്റേ ഉടൻ നീക്കാനാകില്ലെന്ന് സുപ്രീംകോടതി. കേസിൽ അടിയന്തരമായി വാദം കേൾക്കാനാകില്ലെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി. അതേസമയം മൃഗസ്നേഹികൾ എന്ന വ്യാജേന ശിവരാത്രികൾ ഉൾപ്പെടെ ഉത്സവങ്ങൾ തടസ്സപ്പെടുത്താനുള്ള നീക്കമാണെന്ന് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ വാദിച്ചു. ആനയെഴുന്നള്ളിപ്പിലെ ഹൈക്കോടതി മാർഗനിർദ്ദേശങ്ങൾ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ നൽകിയ ഹർജിയിൽ സുപ്രീംകോടതി സ്റ്റേ ചെയ്തിരുന്നു. ഈ സ്റ്റേ നീക്കണമെന്ന ആവശ്യം അടിയന്തരമായി പരിഗണിക്കണമെന്നാണ് എതിർകക്ഷികളായ മൃഗസ്നേഹികളുടെ സംഘടന ആവശ്യപ്പെട്ടത്. കേസിൽ അടിയന്തരമായി വാദം കേൾക്കാനാവില്ലെന്നും അടുത്ത മാസം കേസ് പരിഗണിക്കുമ്പോൾ വാദം കേൾക്കാമെന്നും ജസ്റ്റിസ് BV നാഗരത്ന വ്യക്തമാക്കി. മലപ്പുറം തിരൂരിൽ ഒരു മുസ്ലിം പള്ളിയിൽ നടന്ന ആഘോഷങ്ങൾക്കിടയിൽ ആനയിടഞ്ഞ സംഭവം ചൂണ്ടിക്കാട്ടിയാണ് മൃഗസ്നേഹികളുടെ സംഘടന ആവശ്യമുന്നയിച്ചത്. അതേസമയം ശിവരാത്രി ഉൾപ്പെടെയുള്ള ഉത്സവങ്ങൾ തടയുവാനുള്ള നീക്കമാണിതെന്ന് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ അഭിഭാഷകൻ വാദിച്ചു.
ഫെബ്രുവരി 4 കേസ് വീണ്ടും പരിഗണിക്കും. ഹൈക്കോടതി മാർഗനിർദ്ദേശങ്ങൾ സ്റ്റേ ചെയ്ത സുപ്രീം കോടതി നിലവിലെ ചട്ടങ്ങൾ പാലിച്ച് ആന എഴുന്നള്ളിപ്പ് നടത്താമെന്ന് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ആനകളെ എഴുന്നള്ളിക്കുമ്പോൾ അവ തമ്മിൽ 3 മീറ്റർ അകലം പാലിക്കണം. തീവട്ടികളിൽ നിന്നും 5 മീറ്റർ ദൂരപരിധി വേണം. ആനകളിൽ നിന്നും 8 മീറ്റർ അകലം മാത്രമേ ജനങ്ങളെ നിർത്താൻ പാടുള്ളൂ തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് ഹൈക്കോടതി നൽകിയത്. ഈ നിയന്ത്രണങ്ങൾ 2024 ഡിസംബറിലാണ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തത്. ജനം, ഡൽഹി. രാജ്യാന്തരം ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്തേ.